യാത്രാ അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്കറിയാം, ഉംറ വിസ പ്രതിസന്ധി തുടരുകയാണ്. സൗദിയിലേക്ക് തീർത്ഥാടനത്തിനെത്തുന്ന അല്ലെങ്കിൽ സന്ദർശനത്തിനെത്തുന്ന ആളുകൾക്ക് ഏറ്റവും സഹായകമായ ഒരു വിസ സംവിധാനമായിരുന്നു ഉംറ വിസ എന്ന് പറയുന്നത്. 15 ദിവസത്തിലധികം ഉംറക്കെത്തുന്ന ആളുകൾക്കൊക്കെയായി 90 ദിവസത്തേക്ക് സൗദിയിൽ നിൽക്കാൻ കഴിയുന്ന ഏറ്റവും അഫോർഡബിളായ ഒരു വിസയായിരുന്നു ഉംറ വിസ എന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ഹജ്ജിന് വേണ്ടി, അനധികൃതമായ ഹജ്ജ് തടയുന്നതിന് വേണ്ടി, ഹജ്ജിൻ്റെ ഏറ്റവും മനോഹരമായ നടത്തിപ്പിന് വേണ്ടി സൗദി നിർത്തലാക്കിയിരുന്ന, താൽക്കാലികമായി എല്ലാ വർഷത്തേതും പോലെ നിർത്തിവെച്ചിരുന്ന ഉംറ വിസ ജൂൺ 10 വീണ്ടും പുനരാരംഭിക്കുമെന്ന് സൗദി ഭരണകൂടം അറിയിച്ചിരുന്നു. അതിൽ പ്രത്യേകമായ ഒരു നിയമം വെച്ചിട്ടുണ്ടായിരുന്നത്, സൗദിയിൽ ഉംറ വിസക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ഹോട്ടൽ ബുക്കിങ്ങുകൾ കൃത്യമായി ഹാജരാക്കണമെന്നാണ്. അതുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധികൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നും കൃത്യമായി ജൂൺ 10 വിസ അനുവദിക്കാൻ ആരംഭിക്കുമെന്ന് സൗദി പ്രഖ്യാപിച്ചെങ്കിലും അല്പം ആളുകൾക്ക് മാത്രമാണ് ഇന്നും വിസ ലഭിച്ചിട്ടുള്ളത് എന്ന വാർത്തകളാണ് ട്രാവൽ ഏജൻസികളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഹോട്ടൽ ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഹോട്ടൽ ബുക്കിങ്ങിലെ പ്രതിസന്ധി കാരണം ഉംറ വിസ ഇഷ്യൂ ചെയ്യുന്നതിൽ വളരെയധികം ലാഗുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മക്കയിലെ പ്രധാനപ്പെട്ട ഹോട്ടലുകളെല്ലാം ഹജ്ജ് കഴിഞ്ഞ ഹാജിമാർ പൂർണ്ണമായി മക്കയിൽ സൗദി വിട്ടു പോയിട്ടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഹോട്ടൽ ബുക്കിംഗ് കൃത്യമായി സൗദിയുടെ മിനിസ്ട്രി ഓഫ് ടൂറിസം നിശ്ചയിച്ചിട്ടുള്ള ഹോട്ടലുകളിൽ തന്നെ ഹോട്ടൽ ബുക്കിംഗ് ചെയ്ത റെസിപ്റ്റ് വിസ സമയത്ത് അപ്ലൈ ചെയ്യണമെന്നുണ്ട്. ഈ ഹോട്ടലുകൾ ലിസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു പരിധിയിലപ്പുറത്തുള്ള എണ്ണം ഹോട്ടലുകളെ ലിസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ദിവസം ഇന്ത്യയിലെ INR 10,000-ലധികം രൂപ ചെലവ് വരുന്ന ഹോട്ടലുകളാണ് സൗദി നിലവിൽ ഏറ്റവും കൂടുതലായി ഈ ബുക്കിംഗ് പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. ഒരു ഉംറയ്ക്ക് 10-15 ദിവസം അവിടെ തങ്ങുന്ന ആളുകൾ, അവിടെ സൗദിയിൽ ഹറമിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ഒരു ദിവസം 10,000 രൂപ എന്നത് പ്രത്യേകിച്ച് മലയാളികൾക്ക്, സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ കഴിയാത്ത ഒരു പ്രൈസായ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ദിവസം 10,000 രൂപ മുകളിൽ ഹോട്ടൽ ബുക്കിംഗ് നൽകി അവിടെ താമസിച്ച് ഉംറ നിർവഹിക്കുക എന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. നുസൂക്കിൻ്റെ ആപ്പ് വഴി ഹോട്ടൽ ബുക്കിംഗ് ചെയ്യുമ്പോൾ ആ ഒരു റേഞ്ച് പ്രൈസുള്ള ഹോട്ടലുകളാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ട്രാവൽ ഏജൻസികൾ അറിയാൻ കഴിയുന്നത്. ഒട്ടനവധി ആളുകളാണ് ഉംറ വിസ കാത്തിരിക്കുന്നത്. ഉംറ വിസയിലൂടെ സൗദിയിലേക്ക് എത്താൻ കാത്തിരിക്കുന്നത്. അവരുടെയൊക്കെ ആശങ്കയേറുന്നതാണ് വാർത്തകൾ. വ്യത്യസ്തമായ ട്രാവൽ ഏജൻസികൾ ഡമ്മി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത് പോലെ ഡമ്മി ബുക്കിങ്ങുകൾ, ഹോട്ടൽ ബുക്കിങ്ങുകൾ എങ്ങനെ സാധ്യമാക്കാമെന്നുള്ള ആശങ്കയിലും അതിനുള്ള ശ്രമങ്ങളിലുമാണ്. ഈ ശ്രമങ്ങളൊന്നും നിലവിൽ വിജയിച്ചതായി റിപ്പോർട്ടുകളില്ല എന്നത് ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ്. അങ്ങനെ വന്നാൽ ഉംറ വിസ എന്ന് പറയുന്നത് പൂർണ്ണമായി ഉംറ നിർവഹിക്കുന്ന തീർത്ഥാടകരിലേക്ക് ചുരുക്കുക എന്ന, ഉംറയ്ക്കെത്തുന്ന ആളുകളിലേക്ക് പരമാവധി സൗകര്യങ്ങൾ ഏർപ്പെടുത്തി അവരിലേക്ക് ചുരുക്കുക എന്ന ഒരു സൗദി ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യത്തിലേക്ക് അതെത്തും. തീർച്ചയായും അത് ഉംറ യാത്ര സാധാരണക്കാർക്ക് ചിലവേറിയതാക്കുമെന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്.